ഹലോ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ പെരുന്നാളിന് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന വിരുന്നുകാരൊക്കെ ഞെട്ടിക്കാൻ പാകത്തിന് ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ജീരക ശമ്പ അരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഒരു ബൗൾ അരിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ടൊന്ന് 2 മണിക്കൂർ ഞാനിതുപോലെ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ അടുത്ത് ബാസ്മതി അരി ഉണ്ടെങ്കിൽ അതുകൂടെ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് നമ്മളിതുപോലെ കുതിർന്ന അരി ഇതുപോലെ ഒരു സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വെള്ളമൊക്കെ ഒന്ന് ഇല്ലാണ്ട് എടുക്കണം കേട്ടോ. 1 മണിക്കൂറെങ്കിലും ഇതുപോലെ ഒന്ന് ഇട്ട് വെക്കണം. ഒട്ടും തന്നെ വെള്ളമില്ലാത്ത രീതിക്ക് നമ്മൾ അത് എടുക്കണം കേട്ടോ. അങ്ങനെ വെള്ളമൊക്കെ നന്നായിട്ട് സ്ട്രെയിൻ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ കുതിരാൻ വെച്ച് വെള്ളമൊന്നും ഇല്ലാതെ എടുത്ത് നമ്മുടെ ജീരക ശമ്പ അരി ഒരു ബ്ലെൻഡറിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ചുറ്റിയെടുക്കാം. ഒരുപാടങ്ങ് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ചുറ്റിയെടുക്കാം നമുക്ക്. അപ്പോൾ ഇതുപോലെ ഒന്ന് ചുറ്റിയെടുത്താൽ മതിയാകും. ഈ ഒരു പരുവത്തിലാണ് കേട്ടോ നമ്മൾ അരച്ചെടുക്കേണ്ടത്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ആവശ്യത്തിനുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു 3/4 ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതുപോലെ തന്നെ അതിലേക്ക് ആവശ്യമായ ഷുഗർ ഞാൻ ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ പെട്ടെന്ന് നമുക്ക് വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ കൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്വീറ്റ് റെസിപ്പിയാണ് കേട്ടോ. ഇപ്പോൾ ഈ സമയത്ത് തന്നെ നമ്മൾ ഇവിടെ പൊടിച്ച് വെച്ചിരിക്കുന്ന ജീരക ശമ്പ അരി ഉണ്ടല്ലോ, അത് ഈ സമയത്ത് തന്നെ നമുക്ക് പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അരി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പാല് തിളയ്ക്കുന്നത് വരയ്ക്കും ഒന്ന് കൈവിടാണ്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് അവിടെയൊക്കെ ആയിട്ട് അരി ഇങ്ങനെ കട്ട പിടിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് പാലൊന്ന് തിളയ്ക്കുന്നത് വരയ്ക്കും ഫ്ലെയിം നന്നായിട്ടൊന്ന് ഫുള്ളായിട്ട് വെച്ച് കൊടുക്കാം. പാല് തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫുള്ളായിട്ട് ഫ്ലെയിം ഒന്ന് ലോ ആയിട്ട് വെച്ച് തന്നെ നമുക്ക് അരി വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോഴാണ് നമുക്കൊരു 10 മിനിറ്റ് സമയം മതി നമുക്ക് അരി വെന്ത് കിട്ടും. കാരണം നമ്മൾ ഓൾറെഡി ഇത് നന്നായിട്ട് കുതിർത്തിയതിന് ശേഷമാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് വേഗത്തിൽ തന്നെ നമുക്ക് അരി വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് അരി വേകുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ മാമ്പഴം ഒന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് എനിക്ക് കിട്ടിയിരിക്കുന്നത് മൽഗോവ മാമ്പഴമാണ് കേട്ടോ. നല്ല മധുരമായിരുന്നു ഇത് കഴിക്കാനായിട്ട്. നല്ല വലിയ സൈസ് മാമ്പഴമാണ്. നമ്മളിത് മുഴുവനായിട്ട് എടുക്കുന്നില്ല, ഒരു അരഭാഗം അത് മതിയാകും കേട്ടോ. നമ്മുടെ റെസിപ്പിയിലേക്ക് അരഭാഗം മതിയാകും. നല്ല മധുരമുള്ള മാമ്പഴമാണ്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ മാമ്പഴ സീസണൊക്കെ ആയല്ലോ, അപ്പോൾ ഒരുപാട് മാമ്പഴമൊക്കെ കിട്ടാൻ തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് ഒരു മാമ്പഴം കൊണ്ടുള്ള സ്വീറ്റ് തന്നെ ആയിക്കോട്ടെ പെരുന്നാളിനെന്ന് കരുതി കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു സ്വീറ്റ് റെസിപ്പി കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് മാമ്പഴം ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അര മാമ്പഴം, നല്ല വലിയ സൈസായിരുന്നു കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ചെറുതാണെങ്കിൽ മുഴുവനായിട്ട് തന്നെ എടുക്കാം. അര മാമ്പഴം ഞാനിതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ബ്ലെൻഡറിലേക്കിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ. നല്ല ഫൈൻ പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കാം നമുക്ക്. അങ്ങനെ മാമ്പഴം ഞാനിവിടെ ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമ്മുടെ അരിയും പാലൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അതിന് നല്ലൊരു മണമാണ്. നമ്മുടെ ജീരക ശമ്പ അരി പാലിൽ കിടന്ന് വെന്തുകൊണ്ടിരിക്കുന്ന നല്ലൊരു മണമാണ് കേട്ടോ. ഈ സമയത്ത് ഞാനൊരു 4 ഏലക്ക ചതച്ചതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിവിടെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മിൽക്ക് മെയ്ഡാണ് കേട്ടോ. 3 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡാണ് ഈ സമയത്ത് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതിനനുസരിച്ചുള്ള ഷുഗറാണ് കേട്ടോ ഞാൻ ആദ്യമേ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇനി നമ്മൾ മാമ്പഴം കൂടെ ആഡ് ചെയ്തുമ്പോൾ അതിൻ്റെ മധുരം കൂടെ ഉണ്ടാകും. അപ്പോൾ അതിനനുസരിച്ചുകൊണ്ട് വേണം നമ്മൾ മധുരമൊക്കെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഒരുപാട് മധുരം ആയാലും കഴിക്കാൻ ബുദ്ധിമുട്ടാകും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ മധുരം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ മിൽക്ക് മെയ്ഡ് നന്നായിട്ടൊന്ന് നമുക്കിതുപോലെ പാലിലിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
അപ്പോൾ നമ്മുടെ അരി പാലിൽ കിടന്ന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഈ സമയത്ത് നമ്മൾ അരച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മാമ്പഴം അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ മാമ്പഴം ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം മാമ്പഴം. അപ്പോൾ നല്ല കിടലൻ മാമ്പഴ ഫിർണി റെസിപ്പിയാണ് കേട്ടോ ഞാനിവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അത്ര നല്ല ടേസ്റ്റായിരുന്നു അത് കഴിക്കാനായിട്ട്. വീട്ടിലെ 2 ചേരുവകൾ കൊണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്വീറ്റ് റെസിപ്പിയാണ്. വരുന്ന വീട്ടുകാരൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന രീതിക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഒട്ടും തന്നെ എണ്ണയോ നെയ്യോ ഒന്നുമേ നമുക്കിതിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ മാമ്പഴത്തിൻ്റെ ഫ്ലേവർ തന്നെ അത്ര നല്ല ടേസ്റ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു സ്വീറ്റ് റെസിപ്പിക്ക്. അപ്പോൾ അങ്ങനെ നമ്മുടെ മാമ്പഴ ഫിർണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സർവിങ് ബൗളിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് കുറഞ്ഞ ചേരുവകൾ കൊണ്ട് നമുക്ക് പെരുന്നാളിനൊക്കെ വിരുന്നുകാരെ ഞെട്ടിപ്പിക്കാൻ തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി മാമ്പഴ ഫിർണി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ നിങ്ങളാരും ഇതുപോലെ തയ്യാറാക്കി കഴിച്ചിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുക. നല്ലൊരു ക്രീമി ടെക്സ്ചറായിരുന്നു കേട്ടോ ഇതിന്. അത്ര നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഈ മാമ്പഴത്തിൻ്റെ മധുരവും മിൽക്ക് മെയ്ഡ് അതുപോലെ തന്നെ പാല് അതുപോലെ നമ്മുടെ ജീരകശമ്പ അരിയുടെയൊക്കെ ടേസ്റ്റൊക്കെ ആയിട്ട് കഴിക്കാനായിട്ട് അത്ര നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ എല്ലാവരും ഈ ഒരു പെരുന്നാളിന് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ്. Thanks for watching.